ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനം അനുമോള് ആദിലേനെ വന്നിട്ട് പാത്രം കഴുകാനായിട്ട് വിളിക്കുന്നു. അപ്പോൾ ആദില പറയുന്നു ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ, ഞാൻ വന്നോളാം, പൊയ്ക്കോ എന്ന് പറയുന്നു. ആദില വരത്തില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അനുമോള് പറയുന്നു ഞാൻ അനീഷ് എന്നോട് പോയി പറയുമെന്ന്. അപ്പം അനീഷാണ് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ. അനുമോള് പോയിട്ട് ഉറങ്ങിക്കിടന്ന് അനീഷിനോട് പോയി പറയുന്നു. അനീഷ് വന്നിട്ട് ആദിലേൻ്റെ അടുത്ത് പറയുന്നു ആദില പോയിട്ട് പാത്രം കഴുകൂ, അത് ആദിലേൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, പോയി ചെയ്യാൻ പറയുന്നു. അനീഷ് വന്നതുപാടെ ആദിലേൻ്റെ രൂപമൊക്കെ അങ്ങ് മാറി. താനാരാത് പറയാൻ, താൻ പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല, തനിക്ക് തണ്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്ക്, ആദിലയാണെങ്കിൽ ആദില വരത്തില്ല, താനിങ്ങനെ നിന്നാൽ ഞാൻ ഒട്ടും വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനീഷിൻ്റെ നേരെ ചെല്ലുകയാണ്. അതേപോലെ അനീഷിനെ സാമാനം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഈ സാമാനത്തിന് ആരെ ഇവിടെ കൊണ്ട് നിർത്തിയെന്നൊക്കെ ആദില ചോദിക്കുന്നുണ്ട്. അപ്പം നൂറ തന്നെ അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട്. ഇന്നലെ ഇതേപോലെ തന്നെയായിരുന്നു. ലൈവില് അനീഷ് 4 തവണ വന്നിട്ട് ആദിലേൻ്റെ അടുത്ത് പാത്രം കഴുകാൻ പറയുന്നുണ്ട്. അതിൽ 3 തവണയും അനീഷ് വന്നിട്ട് പറയും ഞാൻ പകുതി പാത്രത്തോളം കഴുകി വെച്ചു, ബാക്കി ആദില ചെയ്താൽ മതി, അവിടെ ഈച്ച ഉറുമ്പൊക്കെ വരും, ഇനി അടുത്ത ടാസ്ക് വരുന്ന സമയത്ത് കഴിയില്ല എന്നുണ്ടെങ്കിൽ അതവിടെ പെൻഡിങ് ആവും, അതുകൊണ്ട് ആദില വന്ന് കഴുകുമെന്ന് പറയുന്നു. ആദ്യത്തെ 3 തവണ വന്ന് പറഞ്ഞപ്പോഴും ആദില പറയുന്നു താൻ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യൂല, താൻ ഇങ്ങനെ നിന്നാൽ ഞാൻ ചെയ്യൂല. അങ്ങനെ പറയുമ്പോഴത്തേക്കിനും അനീഷ് പോവും. പിന്നീടും കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അനീഷ് വന്നിട്ട് പറയും ആദില പാത്രം കഴുകിയിട്ടില്ല, കഴുകൂ. അപ്പോഴും ഇത് തന്നെ പറയും താൻ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല എന്ന്. അനീഷ് പോവും. അത് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് വന്നു, അത് കഴിഞ്ഞതിന് ശേഷവും ആദില പോയിട്ട് കിടന്നു. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം അനീഷ് വന്നിട്ട് പറയാണ് ആദില പാത്രം കഴുകൂ, അത് ആദിലേൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറയുന്നു. തലേ ദിവസവും ആദില അത് ചെയ്തിട്ടില്ല. അനുമോളും അനീഷും കൂടിയാണ് ആ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുള്ളത്. ആദില പാത്രം കഴുകാൻ പറയുമ്പോൾ ഇത് തന്നെ പറയുന്നു താനിവിടെ നിന്ന് കഴിഞ്ഞാൽ ചെയ്യത്തില്ല, താനാരാ, പിന്നെ തൻ്റെ വേലക്കാരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദില വാശി പിടിച്ച് നിൽക്കുകയാണ്. 4ാമത്തെ തവണ ആയപ്പോഴത്തേക്കിനും അനീഷും അവിടെ വാശി പിടിച്ച് അതേ നിപ്പ് അവിടെ നിന്നു. അവസാനം കുറേ നേരം അങ്ങനെ നിന്നു. ഈ അടുത്ത ടാസ്കിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ച സമയത്താണ് 2 പേരും വന്നിരിക്കുന്നത്. അപ്പോഴും ആദില പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. അനുമോളാണ് ആദില കഴുകേണ്ട പാത്രം കൂടെ കഴുകി വെച്ചിട്ടുള്ളത്. ഇന്നും ഇതേപോലെ തന്നെ ആദില ഈ വെസൽ ടീമിലേക്ക് കയറിയതിന് ശേഷം പാത്രങ്ങൾ കഴുകിയിട്ടേ ഇല്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദിലേൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ബാത്റൂമിലിരിക്കുന്ന അനീഷിനെ പോയിട്ട് മുട്ടി വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അനീഷിൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റുന്നു, തലേണ എടുത്ത് മാറ്റുന്നു, അനീഷിനെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുന്നു. നൂറ തന്നെ ആദിലേനോട് പറയുന്നുണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല, നിൻ്റെ ഭാഗത്താണ് തെറ്റ്, നീയാണ് വെസൽ ടീമിൽ പോയിട്ട് പാത്രം കഴുകി വെക്കേണ്ടിയിരുന്നത്, അത് നിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം നൂറേൻ്റെ നേരെ ദേഷ്യപ്പെടുന്നു. അപ്പം ഞാനിത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇന്നലെ എനിക്ക് തോന്നിയത് എന്താണ് അതിൽ ഭയങ്കര ഓവറായിട്ടാണല്ലോ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ എപ്പിസോഡിൻ്റെ അവസാനം കൂടെ കണ്ട സമയത്ത് ഭയങ്കര ഓവറായിട്ടും ഇറിറ്റേറ്റിംഗ് ആയിട്ടും തോന്നി ഈ ആദിലേൻ്റെ പെർഫോമൻസ് കണ്ട സമയത്ത്. നൂറ തന്നെ ആദിലയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്, ആദില ചെയ്യുന്നത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം നൂറയ്ക്കെതിരെ പറയുന്നത് നൂറയ്ക്കറിയാമല്ലോ, നിനക്കറിയാമല്ലോ ഞാൻ ഇങ്ങനെയാണെന്ന്, ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാമല്ലോ, അപ്പം എന്തിനാ എന്നെ വന്ന് വിളിക്കാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്തിനാ അനുമോളും പിന്നെ അനീഷും കൂടെ വന്ന് വിളിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറേൻ്റെ നേരെ ചെല്ലുന്നു. ഭയങ്കര ഓവറായിരുന്നു ഇന്ന് ആദില.